ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ നോർമലൈസേഷൻ ആണ്. അപ്പോൾ അതെല്ലാം എന്തൊക്കെ വരുമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് നോക്കാം നോർമലൈസേഷൻ വരുമ്പോൾ എങ്ങനെ വരുമെന്ന്. വെൻ വി നോർമലൈസ് എ വെർബ് ഇറ്റ് ബിക്കംസ് നോർമലൈസ്. നമ്മൾ വെർബിനെ നോർമലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതാണ് നോർമലൈസേഷൻ ആയിട്ട് വരുന്നത്. The college has decided to set up a student college welfare association. in കോളേജിൽ ഒരു വെൽഫെയർ അസോസിയേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി സെറ്റപ്പ് ചെയ്യാനായിട്ട് കോളേജ് തീരുമാനിച്ചു എന്ന രീതിയിലാണ് ഇത് വരുന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ കോളേജ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് എക്സ്റ്റിമെന്റ് എമോങ് ദി സ്റ്റുഡൻസിനെതിരായിട്ട് കുറെ എസ്റ്റിമെന്റ് ലോട്ട് ഓഫ് കോളേജ് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ദ ഡിസിഷൻ ഓഫ് ദി കോളേജ് ടു സെറ്റപ്പ് എ സ്റ്റുഡൻസ് വെൽഫെയർ അസോസിയേഷൻ. കോളേജിന്റെ തീരുമാനം ഇതായിരുന്നു. സെറ്റപ്പ് നമ്മൾ നോർമലൈസ് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മളിങ്ങനെ പറയുന്നതാണ് ഇത് കേട്ടോ. ആസ് ടു ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് എസ്റ്റിമേറ്റ് എമൗണ്ട് ദി സ്റ്റുഡൻസിന് തന്നെ കുറെ ലോട്ട് ഓഫ് ആയിട്ട് എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ദ വെർബ് ഡിസൈഡ് ഹാസ് ബീൻ ചേഞ്ച് ഇൻ ടു എ നൗൺ ഡിസിഷൻ. വെർബ് എന്തുവാ? ഡിസൈഡ് ഹാസ് ബീൻ ചേഞ്ച് ആവുന്നത് നൗണിന്റെ ഓരോ ഡിസിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേഞ്ച് ആവുന്നതാണ്. When you turn a verb into a noun, you name else it creating a normalization. ഇവിടാണ് നോർമലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വെർബിനെ നമ്മൾ നൗണിലോട്ട് മാറ്റുമ്പോഴാണ് നമുക്ക് ഈ ഒരു നോർമലൈസേഷൻ ക്രിയേറ്റ് ആവുന്നത്. ഇറ്റ് ചേഞ്ചസ് ദി ഫോക്കസ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. ഒരു ഫോക്കസിനെ തന്നെ മാറ്റിക്കളയും. ഫ്രം ആക്ടർ ടു ആക്ടേഴ്സ് നമ്മൾ പറഞ്ഞില്ല അതുപോലെ. ഈ വെർബ് ഇൻ ടു നൗൺ വരുമ്പോൾ എങ്ങനെ വരും? വെർബും ഇവിടെ നൗണും ആണ്. ഇവിടെ റിമൂവ് വരും, ഇവിടെ റിമൂവൽ. Compel, compulsion. Reduce, reduction. Describe, description. Break, breakage. Attend, attendance. Explore, exploration. Observe, observation. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടില്ലേ ഇതുപോലത്തെ വേർഡ്സ് ഒക്കെ. ഇതിങ്ങനെയാണ് വരുന്നത്. ഇനി recognize, recognition. Arrange, arrangement. Illustrate, illustration. Enable, ability. ഈ രീതിയിലാണ് ഇത് വരുന്നത്. 3 were planted along road. 3 പേരെ ഇവർ രണ്ടുപേരിങ്ങനെ 3 പേരിങ്ങനെ പ്ലാന്റഡ് പോലെ വരുമ്പോൾ റോഡ് ഡെസിഗ്നേഷൻ. ദിസ് മേഡ് ദി സറൗണ്ടിങ്സ് ലുക്ക് ക്ലീൻ. ഇതാണുകൊണ്ടാണ് സറൗണ്ടിങ്സ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത്. പ്ലാന്റിംഗ് ഓഫ് ട്രീസ് അലോങ് ദി റോഡ് സൈഡ് മേഡ് ദി സറൗണ്ടിങ്സ് ലുക്ക് ക്ലീൻ. പ്ലാനിങ് റോഡ് സൈഡിൽ നമ്മൾ എന്താ പറയുക, ചെടികളൊക്കെ വെക്കുമ്പോൾ ആ റോഡ് കാണാനൊക്കെ ഭംഗി ഉണ്ടാവത്തില്ലേ, അപ്പം അതുപോലെയാണ്. ദ ഓർഗനൈസേഷൻ മസ്റ്റ് അപ്രൂവൽ അവർ പ്രോജക്ട്. വി കനോട്ട് ലോഞ്ച് ഓർ പ്ലാൻ ടിൽ ദ. ഓർഗനൈസേഷൻ നമ്മുടെ പ്രോജക്റ്റ് അപ്രൂവൽ ചെയ്താലേ നമുക്ക് പ്ലാൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വി കനോട്ട് ലോഞ്ച് അവർ പ്ലാൻ ടിൽ വി ഗെറ്റ് ദി അപ്രൂവൽ ഓഫ് ദി ഓർഗനൈസേഷൻ ഫോർ അവർ. എനിക്ക് പ്ലാൻ അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് നമ്മുടെ ഓർഗനൈസേഷന് ഇനി ഇവർ അപ്രൂവൽ ആക്കിയിട്ടില്ലെങ്കിൽ. രണ്ട് രീതിയിലാണ് പറയുന്നത്, ഇങ്ങനെയും പറയാം അങ്ങനെയും പറയാം. ഇനി അടുത്തത് ദ ഔട്ട്സ്റ്റാൻഡിങ് കൺസ്ട്രക്ഷൻസ് ടു കർണാടക മ്യൂസിക് ബൈ A.R. Rahman was recognized by ദി ബോംബെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ബോംബെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതായത് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ ടു കർണാട്ടിക് മ്യൂസിക് A.R. റഹ്മാന്റെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ബോംബെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അങ്ങനെയും പറയും. റെക്കഗ്നേഷൻ ഓഫ് കർണാട്ടിക് മ്യൂസിക് ബൈ A.R. റഹ്മാൻ. രണ്ട് രീതിയിലും റെക്കഗ്നൈസ് ഓഫ് കർണാട്ടിക് മ്യൂസിക് ബൈ A.R. റഹ്മാൻ. ദ ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് ആൻ എക്കോട്ടോറിയം ഇൻ ദി തെന്മലയിൽ ഇക്കട്ടോറിയം ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു. Thus will make this city very popular as more and as tourist. ഈ സിറ്റി നമുക്ക് അതുകൊണ്ട് പോപ്പുലറും ആക്കാം, ടൂറിസ്റ്റും ആക്കാം. ഈ രീതിയിലും പറയാം. ഡിസിഷൻ ടു സെറ്റ് അപ്പ് ടൂറിസം ഇൻ മല, അങ്ങനെ ആ രീതിയിലും പറയാം. രണ്ട് രീതിയിലും നമുക്ക് പറയാം. ദി ലോസ്റ്റ് ബ്രദർ സഡൻലി അപ്പിയർ ആഫ്റ്റർ 5 years. This solved one of the greatest mysteries. ലോസ്റ്റ് കളഞ്ഞുപോയ അനിയൻ ബ്രദർ, അനിയൻ ചേട്ടനോ 5 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ അത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ്, അത് സോൾവ് ആയിട്ടുണ്ട്, ഗ്രേറ്റസ്റ്റ് മിസ്റ്ററി ആയിട്ടുണ്ട് എന്ന് പറയത്തില്ലേ അത്. പിന്നെ വേറെ രീതിയിലും എങ്ങനെ പറയുന്നത് നോക്കാം. നമ്മളിത് സിമ്പിൾ ആയിട്ട് പറയാം. സഡൻലി അപ്പിയർ ഓഫ് ലോസ്റ്റ് ബ്രദർ, സഡനായിട്ട് അപ്പിയറൻസ് ആയിട്ടുള്ള ലോസ്റ്റ് ആയിട്ടുള്ള ബ്രദർ. പ്രൊഫസർ ആർ പ്രൊട്ടക്ടിങ് പേ കട്ട്സ് അറ്റ് ദി
യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പേ കസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ആഫ്റ്റർ ഹാസ് പ്രൊഫസർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പേ കട്ട്സ് ചെയ്യുന്നത്. ഇത് പ്രോബബ്ലി ബൈ പോസ്റ്റഡ് ബൈ പ്രൊഫസർ അഗെയിൻസ്റ്റ് പേ കട്ട്സ്. ഇത് പ്രോബബ്ലി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഫസറാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അഗെയിൻസ്റ്റ് പേ കസ്റ്റ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് വരുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ വിളിക്കുമ്പോൾ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.